എന്ന് പറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തിൽ യേശു നമ്മളോട് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് നൽകുന്ന കൽപ്പന ഇതാണ്, നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം എന്ന് പറയുകയാണ്. കൃത്യമായിട്ട് യേശു പറയുകയാണ്, അതുവഴിയായിട്ടാണ് നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് മറ്റുള്ളവർ അറിയുക, നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. നമ്മളൊരു ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഉണ്ടായിരിക്കേണ്ട വലിയൊരു പുണ്യം ഏതാണെന്ന് ചോദിച്ചാൽ യേശു നമ്മളോട് പറയുകയാണ്, നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. പരസ്പരം സ്നേഹിക്കുക എന്നതൊഴികെ മറ്റൊരു കടപ്പാടും നിങ്ങൾക്ക് ആരോടും ഉണ്ടാകരുതെന്ന് വചനം നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇന്നത്തെ ലേഖന ഭാഗത്തിൽ വെച്ചത് പൗലോസ്ലിയ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ്ലിയ എഫേസോസിലെ സഭയോട് പറയുകയാണ്, അല്ലെങ്കിൽ ആ വചനങ്ങളിലൂടെ നമ്മളോടും പറയുകയാണ്, വിശുദ്ധർക്ക് യോഗ്യമായ ജീവിതം നിങ്ങൾ നയിക്കും. വിശുദ്ധർക്ക് യോഗ്യമായ ജീവിതം എങ്ങനെ നയിക്കാം എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരമായിട്ട് ഇന്നത്തെ സുവിശേഷത്തിൽ യേശു നമ്മളോട് പറയുകയാണ്, നിങ്ങൾ പരസ്പരം സ്നേഹിക്കണമെന്ന് പറയുകയാണ്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണമെന്ന് ഈശോ നമ്മളോട് പറയുകയാണ്. ഈശോ നമ്മളെ സ്നേഹിച്ചത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. കൃത്യമായിട്ട് കലർപ്പില്ലാത്ത, വിദ്വേഷമില്ലാത്ത ഒരു സ്നേഹം ദൈവം നമുക്ക് നൽകി എന്നുള്ളതാണ്. അതുപോലെ പരസ്പരം സ്നേഹിക്കാനായിട്ട് ഈശോ നമ്മളോട് പറയുകയാണ്. ഇന്നത്തെ വചനഭാഗങ്ങൾ കേട്ട് കഴിയുമ്പോൾ വിശുദ്ധർക്ക് യോഗ്യമായ ജീവിതം നയിക്കാനായിട്ട്, അതായത് പരസ്പരം സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.